Is management a profession? If we analyze the business world, especially corporate sector, we can see business people look persons having some specific qualification and experience to manage their organization. Nowadays, this tendency is increasing. Is specific qualification and experience mandatory for managing a business organization? This gives rise to a question: is management a profession or not? Let us discuss about it. നമ്മൾ ബിസിനസ് ലോകം വിശകലനം ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് മേഖല, ബിസിനസ്സുകാർ അവരുടെ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ചില പ്രത്യേക യോഗ്യതകളും പരിചയവുമുള്ള വ്യക്തികളെ തിരയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ പ്രവണത വർദ്ധിച്ചു വരികയാണ്. ബിസിനസ് സ്ഥാപനം കൈകാര്യം ചെയ്യുന്നതിന് നിർദ്ദിഷ്ട യോഗ്യതകളും പരിചയവും നിർബന്ധമാണോ? ഇതൊരു ചോദ്യം ഉയർത്തുന്നു. മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ ആണോ അല്ലയോ? ഇത് നമുക്കൊന്ന് പരിശോധിക്കാം. Profession is an occupation which render personal services of specific and expert nature for a remuneration called fee. പ്രൊഫഷൻ എന്നത് ഒരു തൊഴിൽ മേഖലയാണ്. അത് പ്രത്യേകവും വിദഗ്ധവുമായ സേവനങ്ങൾ ഫീസ് എന്ന പ്രതിഫലം സ്വീകരിച്ചുകൊണ്ട് നൽകുന്നു. Before checking is management a profession or not, let us check the features of profession. Number 1, well-defined body of knowledge. 2, restricted entry. 3, professional association. 4, ethical code of conduct. 5, service motive. മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രൊഫഷൻ്റെ സവിശേഷതകൾ പരിശോധിക്കാം. 1, നന്നായി നിർവചിക്കപ്പെട്ട അറിവിൻ്റെ ശേഖരം. 2, നിയന്ത്രിത പ്രവേശനം. 3, പ്രൊഫഷണൽ അസോസിയേഷൻ. 4, നൈതിക പെരുമാറ്റച്ചട്ടം. 5, സേവന ലക്ഷ്യം. Let us discuss in detail. 1, well-defined body of knowledge. All professions are based on well-defined body of knowledge. It can be acquired through instruction, that is, can learn from colleges and professional institutions. Moreover, they have their own books and periodics. 1, നന്നായി നിർവചിക്കപ്പെട്ട അറിവിൻ്റെ സമാഹാരം. എല്ലാ പ്രൊഫഷൻ്റെയും അടിസ്ഥാനം നന്നായി നിർവചിക്കപ്പെട്ട അറിവിൻ്റെ സമാഹാരമാണ്. ഇത് പ്രബോധനത്തിലൂടെ നേടാൻ കഴിയും. അതായത് കോളേജുകളിൽ നിന്നും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്നും പഠിക്കുവാൻ കഴിയും. മാത്രമല്ല, അവർക്ക് അവരുടേതായ പുസ്തകങ്ങളും ആനുകാലികങ്ങളും ഉണ്ട്. Comparison. This feature of profession is also present in management. Management is based on a systematic body of knowledge which explains its principles and various business situations. This knowledge can be learned from various colleges and professional institutions. Moreover, it also has a lot of books and periodics explaining various trends of management. പ്രൊഫഷൻ്റെ ഈ സവിശേഷത മാനേജ്മെൻറ്റിലും ഉണ്ട്. മാനേജ്മെൻറ്റ് ചിട്ടപ്പെടുത്തിയ അറിവിൻ്റെ സമാഹാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത് അതിൻ്റെ തത്വങ്ങളും വിവിധ ബിസിനസ് സാഹചര്യങ്ങളും വിശദീകരിക്കുന്നു. ഈ അറിവ് വിവിധ കോളേജുകളിൽ നിന്നും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്നും പഠിക്കുവാൻ കഴിയും. മാത്രമല്ല,
മാനേജ്മെൻറ്റിൻ്റെ വിവിധ പ്രവണതകൾ വിശദീകരിക്കുന്ന ധാരാളം പുസ്തകങ്ങളും ആനുകാലികങ്ങളും മാനേജ്മെൻറ്റിനുണ്ട്. സെക്കൻഡ് വൺ, റെസ്ട്രിക്റ്റഡ് എൻട്രി. Entry to a profession is controlled through education and thereby examination. That is, for practicing a profession, must acquire educational degree in that profession from a recognized institution. For example, to practice as a doctor, should acquire educational degree in medicine. 2. നിയന്ത്രിത പ്രവേശനം. ഒരു പ്രൊഫഷനിലേക്കുള്ള പ്രവേശനം വിദ്യാഭ്യാസത്തിലൂടെയും അതുവഴി നടത്തപ്പെടുന്ന പരീക്ഷയിലൂടെയും നിയന്ത്രിച്ചിരിക്കുന്നു. അതായത്, ഒരു പ്രൊഫഷൻ തൊഴിലാക്കണമെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ആ പ്രൊഫഷനിൽ വിദ്യാഭ്യാസ ബിരുദം നേടിയിരിക്കണം. ഉദാഹരണത്തിന്, ഒരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മെഡിസിനിൽ വിദ്യാഭ്യാസ ബിരുദം വേണം. കമ്പാരിസൺ. ദിസ് ഫീച്ചർ ഓഫ് പ്രൊഫഷൻ ഈസ് നോട്ട് ഇൻ മാനേജ്മെൻറ്റ്. There is no restriction to work as a manager on the basis of educational qualification or professional degree in management. Anyone can be appointed as manager without considering the educational qualification, and it is based on the discretion of honor. പ്രൊഫഷൻ്റെ ഈ സവിശേഷത മാനേജ്മെൻറ്റിനില്ല. മാനേജറായി ജോലി ചെയ്യുന്നതിന് വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ പ്രൊഫഷണൽ ബിരുദമോ ആവശ്യമില്ല. വിദ്യാഭ്യാസ യോഗ്യത പരിഗണിക്കാതെ ആരെയും മാനേജറായി നിയമിക്കാം. ഇത് ഉടമയുടെ വിവേകത്തെ ആശ്രയിച്ചിരിക്കും. തേർഡ് വൺ ഈസ് പ്രൊഫഷണൽ അസോസിയേഷൻ. ഓൾ പ്രൊഫഷൻസ് ആർ അഫിലിയേറ്റഡ് to a professional association. For example, the Bar Council of India for lawyers, Indian Medical Association for doctors, etc. They regulate entry to profession by grant certificate of practice. Those who possess this certificate will be a member of that profession. They can practice such profession. For example, a person possesses degree in law but not a member in the bar council. That person can't practice as a lawyer. 3. പ്രൊഫഷണൽ അസോസിയേഷൻ. എല്ലാ പ്രൊഫഷനും ഒരു പ്രൊഫഷണൽ അസോസിയേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, അഭിഭാഷകരുടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഡോക്ടർമാരുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തുടങ്ങിയവ. സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന സർട്ടിഫിക്കറ്റിലൂടെ ഒരു പ്രൊഫഷനിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ ആ അസോസിയേഷനിൽ അംഗമായിരിക്കും. അവർക്ക് ആ പ്രൊഫഷൻ തൊഴിലായി സ്വീകരിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി നിയമത്തിൽ ബിരുദമുണ്ടെങ്കിലും ബാർ കൗൺസിലിൽ അംഗമല്ല. ആ വ്യക്തിക്ക് അഭിഭാഷകനായി ജോലി ചെയ്യാൻ കഴിയില്ല. കമ്പാരിസൺ. Management has several associations. For example, All India Management Association, AIMA. But it is not compulsory to be a member of any management association to practice as manager. Hence, the third feature of profession is not included in management. മാനേജ്മെൻറ്റിന് നിരവധി അസോസിയേഷനുകളുണ്ട്. ഉദാഹരണത്തിന്, ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ, AIMA. എന്നാൽ മാനേജറായി ജോലി ചെയ്യുന്നതിന്
ഒരു അസോസിയേഷൻ്റെയും അംഗമാകണമെന്നില്ല. ഇവിടെ പ്രൊഫഷൻ്റെ മൂന്നാമത്തെ സവിശേഷതയും മാനേജ്മെൻറ്റിനില്ല. ഫോർത്ത് വൺ ഈസ് ethical code of conduct. Professional association formulate and enforced code of conduct. Generally, they are the rules and regulations to be followed by members in their behavior and character. They are the norms of honesty and professional morality. 4. നൈതിക അല്ലെങ്കിൽ ധാർമ്മിക പെരുമാറ്റച്ചട്ടം. പ്രൊഫഷണൽ അസോസിയേഷൻ പെരുമാറ്റച്ചട്ടം രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ അവ അംഗങ്ങളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളുമാണ്. അവ സത്യസന്ധതയുടെയും പ്രൊഫഷണൽ ധാർമ്മികതയുടെയും മാനദണ്ഡങ്ങളാണ്. കമ്പാരിസൺ. ഇൻ മാനേജ്മെൻറ്റ്, association has laid down code of conduct to regulate the activities of their members, but there is no compulsion to follow it by members. This is because association has no legal right to enforce it. So we can say this feature is not included in management. മാനേജ്മെൻറ്റിൽ അസോസിയേഷൻ അവരുടെ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മാനേജർമാർ ഇത് പിന്തുടരാൻ നിർബന്ധിതരല്ല. കാരണം ഇത് നടപ്പിലാക്കാൻ അസോസിയേഷന് നിയമപരമായ അവകാശമില്ല. അതിനാൽ നമുക്ക് പറയാൻ കഴിയും ഈ സവിശേഷത മാനേജ്മെൻറ്റിൽ ഇല്ല എന്ന്. Fifth one is service motive. The basic purpose of profession is rendering service to their clients in a dedicated and committed way for a remuneration called fee. For example, the task of a lawyer is to ensure that his clients gets justice. 5. സേവന ലക്ഷ്യം. ഒരു പ്രൊഫഷൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഫീസ് പ്രതിഫലമായി സ്വീകരിച്ചുകൊണ്ട് അവരുടെ കക്ഷികൾക്ക് സമർപ്പിതവും പ്രതിജ്ഞാബദ്ധവുമായ രീതിയിൽ സേവനം നൽകുക എന്നതാണ്. ഉദാഹരണത്തിന്, ഒരു അഭിഭാഷകൻ്റെ ചുമതല തൻ്റെ കക്ഷികൾക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പാക്കുക എന്നതാണ്. Comparison. The basic purpose of management is to help the organization for achieving its objectives. That is, helps in making maximum profits. But the business organization also rendering services to the society by providing quality products at reasonable price. So service rendering is also a part of management. That is, management is for making profit as well as rendering service. But to a profession, helping to make profit is not its activity. So we can say this feature of profession is not satisfied by the management in full. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടാൻ സഹായിക്കുക എന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. അതായത് പരമാവധി ലാഭമുണ്ടാക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് നൽകുന്നതിലൂടെ ബിസിനസ് സ്ഥാപനം സേവനങ്ങളും നൽകുന്നു. അതിനാൽ സേവനം നൽകുന്നതും മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതായത് ലാഭം നേടുന്നതിനും സേവനങ്ങൾ നൽകുന്നതിനുമാണ് മാനേജ്മെൻറ്റ്.
എന്നാൽ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ലാഭമുണ്ടാക്കാൻ സഹായിക്കുന്നത് അതിൻ്റെ പ്രവർത്തനമല്ല. അതിനാൽ നമുക്ക് പറയാൻ കഴിയും, പ്രൊഫഷൻ്റെ ഈ സവിശേഷത മാനേജ്മെൻറ്റിൽ പൂർണ്ണമായി ഇല്ല എന്ന്. Conclusion. To conclude, we can say management does not possess all the features of profession. At present, management is not considered as a profession in full, but it is moving fast to becoming a full-fledged profession. ചുരുക്കി പറഞ്ഞാൽ മാനേജ്മെൻറ്റിന് പ്രൊഫഷൻ്റെ എല്ലാ സവിശേഷതകളുമില്ല. നിലവിൽ മാനേജ്മെൻറ്റിനെ പൂർണ്ണമായും ഒരു പ്രൊഫഷനായി കണക്കാക്കപ്പെടുന്നില്ല. പക്ഷേ അത് പൂർണ്ണമായ ഒരു പ്രൊഫഷനായി മാറുവാൻ ആവശ്യമായ നടപടികൾ അതിവേഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.